ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്കിൻ്റെ വീഡിയോ അല്ല, നമുക്ക് ഒരു ബാറ്ററി ഡ്രില്ല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടിയ ഇതുകൊണ്ടാണ് പൈസയും കൊണ്ടാണ് നമ്മൾ ഈ ബാറ്ററി ഡ്രില്ല് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ബാറ്ററി ഡ്രില്ലിന് ഒരു 6200 റുപ്യാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ ബാറ്ററി ഡ്രില്ല് വാങ്ങിയത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നിങ്ങളെ കാണിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് കൊണ്ടാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ വരുമാനമാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാറ്ററി ഡ്രില്ല് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കിതിനൊരു 6200 റുപ്യ വില വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിയ കമ്പനി പറഞ്ഞാൽ ഐബെല്ലിൻ്റെയാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഐബെല്ല് പറഞ്ഞ കമ്പനീൻ്റെയാണ് നമ്മൾ ബാറ്ററി ഡ്രില്ല് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് 20 വാട്ടാണ് നമുക്ക് ഈ ബാറ്ററി ഡ്രില്ലിൻ്റെ പവർ വരുന്നത്. അതേപോലെ തന്നെ ബാറ്ററി 1500 mAh ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ RPM എന്ന് പറയുന്നത് 1450 RPM ആണ്. നമുക്കിതിൽ 15 mm വുഡിൻ്റെ ബിറ്റും അതേപോലെ സ്റ്റീൽ ബിറ്റ് 10 mm നമുക്ക് നോർമൽ ഒരു 13 mm ബിറ്റ് വരെ നമുക്കിതിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ മോഡൽ നമ്പറാണ് നമുക്ക് താഴത്ത് വരുന്നത്. നമുക്കിതിന് വാറണ്ടി വന്നിട്ട് 18 മാസം വാറണ്ടി വരുന്നുണ്ട് ഇതിന്. നമ്മളിതിൽ ഓൺലൈനിൽ തന്നെയാണ് ഇത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതാ നമുക്ക് ഒരു ഉള്ളിലൊരു ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഒരു കേസിലാണ് ഈ ഡ്രില്ല് വരുന്നത്. അതിലിതാ മുകളിൽ നമുക്ക് ഐബെല്ല് പറഞ്ഞൊരു എഴുത്തൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നല്ല പാക്കിംഗ് ആണ്. അതിൽ നമ്മൾ നൈഫ് വെച്ച് കട്ട് ചെയ്യണം. അതിൽ അവരുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പറെല്ലാം വെച്ചിട്ടുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ളത്. നമുക്കിത് തുറന്നിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് അൺബോക്സിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിതിന് വലിയ പിടുത്തമില്ല. വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ ആണെങ്കിൽ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. നമുക്കിതിൽ 2 ബാറ്ററിയും ഒരു ചാർജറും ഒരു സ്റ്റാർ ടിപ്പും മാത്രമാണ് ഈ ഡ്രില്ലിൻ്റെ ഒപ്പം കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിലാണ് നമുക്ക് ഇതിൻ്റെ കാറ്റലോഗ് ഒരു ഇതാണ്, അതിൽ തന്നെയാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ ഉള്ളത്. അത് നമ്മൾ നെറ്റിൽ ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കത് ആ നമ്പർ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ അതിൽ കുറേ എഴുതിയിട്ടുണ്ട്, അതിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ്. നമുക്ക് ഈ ബാറ്ററി കറക്റ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കറക്റ്റായി പോകുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്വിച്ചും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, വെയ്റ്റ്ലെസ് ആണ്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവർ കമ്പനി പറയുന്ന ഒരു ബാറ്ററി 30 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ 3 ഓപ്ഷനാണ് ഉള്ളത്. അതേപോലെ തന്നെ 2 ഗിയറും വരുന്നുണ്ട്. 2 ടൈപ്പ് ഗിയർ വരുന്നുണ്ട്. സ്ക്രൂ ചെയ്യുന്നതിന് ഒരു ഗിയറുണ്ട്. അതേപോലെ നമുക്ക് കോൺക്രീറ്റും അലുമിനിയത്തിലേക്ക് അടിക്കാനുള്ളതിനൊരു ഗിയറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് വരുന്നത് മൊത്തം സ്ക്രൂ ചെയ്യുന്നവിടെ നമുക്ക് 20 ഗിയർ വരുന്നുണ്ട്. അതെന്തിനാ പറഞ്ഞാൽ നമുക്ക് ഓരോ സ്ക്രൂവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ഗിയർ വെക്കാനാണ്. നമുക്ക് നല്ല പവറാണ് വരുന്നത്. നമുക്കിത് കൈകൊണ്ട് പിടിച്ച് നിർത്താനടക്കം പറ്റുന്നില്ല. 20ലൊക്കെ ഗിയറിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഇത് സ്ക്രൂ ചെയ്യാനുള്ള അതാണ് വരുന്നത്. ഇത് നമുക്ക് ഡ്രില്ല് ചെയ്യാനുള്ളതാണ് അലുമിനിയത്തിൽ. ഇത് ഹാമറിങ്ങിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇങ്ങനെ 3 ഓപ്ഷനും അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു LED ബൾബ് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഇരുട്ടുള്ള ഭാഗമാണെങ്കിലും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ടോർച്ചൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടാണ് വർക്ക് ചെയ്യൽ. നമ്മളിത് മെയിനായിട്ട് നമുക്ക് വാങ്ങാം. അതേപോലെ തന്നെ ഇതിൽ ഈ ബാറ്ററീൻ്റെ നമുക്ക് ബാക്കപ്പ് എത്ര ഉണ്ടെന്ന് അറിയാം. ബാറ്ററീൻ്റെ ചാർജ് എത്ര പവർ വരുന്നുണ്ട്. അത് 2 ബാറ്ററിയിലും ഒരേപോലെ തന്നെ 2 ലൈറ്റ് വരുന്നുണ്ട്. റെഡിലെത്തിയത് കഴിയാറായി എന്നാണ് ഇത് സൂചന വരുന്നത്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നല്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 1.5 മണിക്കൂർ യൂസ് ചെയ്തിട്ടും എനിക്ക് ഒരു ബാറ്ററീൻ്റെ പവർ കഴിഞ്ഞിട്ടില്ല ഇതുവരെ.
നമുക്കത് അപ്പോൾ ഒരു സ്റ്റാർട്ട് സ്ക്രൂ ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ സ്ക്രൂ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ പവർ എത്ര മാത്രം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ആ പ്ലൈവുഡിലാണ് ഇത് തുളയ്ക്കുന്നത്. പ്ലൈവുഡും അതിൻ്റെ അടിയിൽ ഈ ഒരു മരത്തിൻ്റെ ഇതുണ്ട്, അതിലേക്ക് രണ്ടിലേക്കും പാടെയാണ് നമ്മൾ തുളയ്ക്കുന്നത്. നല്ല പവറായിട്ട് പെട്ടെന്ന് തന്നെ അത് കയറി പോകുന്നുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സും വരുന്നുണ്ട്. നമ്മൾ അടിച്ച് പവറിൽ അത് ഉള്ളിലേക്ക് താന്നു പോയിട്ടുണ്ട്. അത്രയും പവറാണ് നമുക്ക് ഈ ബാറ്ററി ഡ്രില്ലിൻ്റെ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതൊന്ന് അലുമിനിയത്തിലൊന്ന് അടിച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് ബിറ്റാണ് എടുത്തിട്ടുള്ളത്, 4 ഇഞ്ചിൻ്റെ ബിറ്റ്. അതേപോലെ തന്നെ ഇനി ലോ സെക്ഷനിലല്ല തുളയ്ക്കുന്നത്, നമ്മുടെ അൾജീരിയൻ്റെ ഔട്ടർ സെക്ഷൻ്റെ ഈ 2 ട്രാക്കാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെയാണ് നമ്മൾ തുളച്ച് നോക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഹെവി സെക്ഷനാണ് വരുന്നത്. അതിൽ നമുക്ക് പെട്ടെന്ന് തുളയുന്നുണ്ട്. അതും നമ്മളിപ്പോൾ ഹാമറിങ് ആയിരുന്നു, അപ്പോൾ ഹാമറിങ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലും തുളയുന്നുണ്ട്. ഇത് 4 ഇഞ്ച് പിറ്റിട്ടിട്ടാണ് തുളയ്ക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് തുളയാകുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് 4 ഇഞ്ച് പിറ്റിട്ടിട്ട് തുളയ്ക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് കറണ്ടൊക്കെ നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ബാത്റൂം ഡോറ് ചെയ്യാൻ നമുക്ക് ധാരാളമാണ് ഈ ഒരു ബാറ്ററി ഡ്രില്ല്. അതേപോലെ തന്നെ നമുക്കിത് കോൺക്രീറ്റ് അടിക്കുന്നുണ്ട്. കോൺക്രീറ്റ് അടിക്കാൻ എൻ്റെ അടുത്ത് സാധാ ബിറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഉള്ളത് ഹിൽട്ടീൻ്റെ ഒരു ബിറ്റാണ്. അതിട്ടിട്ട് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് ഇതിൽ കയറുന്നുണ്ട്. അപ്പോൾ അതിട്ടിട്ട് തന്നെ നമ്മളിതിൽ ടെസ്റ്റ് ചെയ്യുന്നത് ചുമരിലടിക്കാൻ വേണ്ടിയിട്ട്. സാധാ ബിറ്റ് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഇൽട്ടി ആക്കിയിട്ടുണ്ട്. അതിനെ ഫുൾ പവറാക്കിയതിന് ശേഷമാണ് നമ്മൾ തുളച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് നമ്മുടെ ചുമരിൽ തന്നെ ഒന്ന് തുളച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർ തന്നെ നമുക്ക് തുളയുന്നുണ്ട്. ഇത് ഈ ജെർക്കിങ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബിറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ സീറ്റിംഗ് ആകാത്തതുകൊണ്ടാണ് ആ ഒരു ജെർക്കിങ് വരുന്നത്. എന്നാലും നല്ല രീതിയിൽ തുളയുന്നുണ്ട് ഇതിൽ ഹോള്. നമുക്കത് തന്നെ ഒരു കറണ്ടില്ലാത്തൊരു സൈറ്റ് ആണെങ്കിൽ നമുക്കൊരു ബാത്റൂം ഡോർ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ഒരു ബാറ്ററി ഡ്രില്ല് ഉണ്ട് പറഞ്ഞാൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം. അതായത് കോൺക്രീറ്റ് ഉള്ള ബാറ്ററി ഡ്രില്ലാകണം. അതിൽ നമ്മളത് 1.5 ഇഞ്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന് മുമ്പ് അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ലെവലൊന്നുമില്ല. അപ്പോൾ എനിക്ക് അറിയുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴത്ത് ഇടാം. ആമസോണിൽ ഈ സാധനം ഉണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. ഫ്ലിപ്കാർട്ടിൽ വില കൂടുതലാണ്. ആമസോണിലാകുമ്പോൾ നമുക്കിതിന് ഒരു 6200 വില വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ, ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.